ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ 2 സൗഹൃദ മത്സരങ്ങളാണ് ബ്രസീൽ കളിച്ചിട്ടുള്ളത്. ആദ്യ മത്സരത്തിൽ ഫ്രാൻസിനോട് ബ്രസീൽ പരാജയപ്പെട്ടു. പക്ഷേ രണ്ടാമത്തെ മത്സരത്തിൽ 1-3 ഗോളുകൾക്ക് മറ്റൊരു യൂറോപ്യൻ ടീമായ ക്രൊയേഷ്യയെ ബ്രസീൽ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇനിയിപ്പോൾ ബ്രസീലിൻ്റെ അടുത്ത മത്സരങ്ങൾ എന്നാണ്? അതാണ് ആരാധകർക്ക് അറിയേണ്ട കാര്യം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അടുത്ത മാസം 18-ാം തീയതി അഥവാ മെയ് 18-ാം തീയതിയാണ് ബ്രസീൽ വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിക്കുക. അതിനുശേഷം 2 സൗഹൃദ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട്. മെയ് 31-ാം തീയതി നടക്കുന്ന സൗഹൃദ മത്സരത്തിൽ പനാമയാണ് ബ്രസീലിന്റെ എതിരാളികൾ. അതിനുശേഷം ജൂൺ മാസത്തിൽ 6-ാം തീയതി ഈജിപ്തിനെതിരെ ഒരു സൗഹൃദ മത്സരം കളിക്കുന്നു. ഈ 2 സൗഹൃദ മത്സരങ്ങളാണ് ബ്രസീൽ വേൾഡ് കപ്പിന് മുന്നേ കളിക്കുന്നത്. അതിനുശേഷം വേൾഡ് കപ്പിലേക്കാണ് ബ്രസീൽ പ്രവേശിക്കുക. ജൂൺ 14-ാം തീയതി പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ മൊറോക്കോയാണ് ബ്രസീലിന്റെ എതിരാളികളായി കൊണ്ടുവരിക. പിന്നീട് ജൂൺ 20-ാം തീയതി രാവിലെ നടക്കുന്ന മത്സരത്തിൽ ഹെയ്ത്തിയാണ് വേൾഡ് കപ്പിലെ രണ്ടാമത്തെ ബ്രസീലിന്റെ എതിരാളികൾ. പിന്നീട് ജൂൺ 25-ാം തീയതി പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ യൂറോപ്യൻ ടീമായ സ്കോട്ട്ലാൻഡിനെ ബ്രസീൽ നേരിടും. അങ്ങനെയാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ ബ്രസീലിന്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. ഇങ്ങനെയാണ് ബ്രസീലിന്റെ അടുത്ത 5 മത്സരങ്ങൾ വരുന്നത്. അതായത് അടുത്ത വേൾഡ് കപ്പിന് മുന്നേ പനാമ, ഈജിപ്ത് എന്നിവർക്കെതിരെ സൗഹൃദ മത്സരം കളിക്കുന്നു. അതിനുശേഷം വേൾഡ് കപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ മൊറോക്കോ, ഹെയ്ത്തി, സ്കോട്ട്ലാൻഡ് എന്നിവർക്കെതിരെ ബ്രസീൽ കളിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും സമീപകാലത്ത് അത്ര വലിയ മികവൊന്നും പുറത്തെടുക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരുപാട് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. വേൾഡ് കപ്പിലേക്ക് ഏറ്റവും മികച്ച രൂപത്തിൽ ബ്രസീൽ ടീം എത്തുമെന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.